അവങ്ങൾ സെഷനിൽ സംസാരിക്കുന്നു. അനസ് അമാനി പുഷ്പഗിരി, സാദരം സ്വാഗതം. അസ്സലാമു ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി ബിറദ്വാനില്ലാ അമ്മാ ബഅദ്. വിശിഷ്ടരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, SYSൻ്റെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മതത്തിൻ്റെ മധുരാനുഭവങ്ങൾ വിഷയത്തിലെ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള സൗന്ദര്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആനന്ദപൂർണമായ ജീവിതത്തിലായിരിക്കും അയാളുണ്ടാവുക. കാരണം അസ്സഅദത്തുൽ അബദിയ, നിത്യമായ ആനന്ദമായിരിക്കും വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതിൻ്റെയൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ ഈ ലോകത്തുണ്ടാവുന്നതിൻ്റെ പുറമെ തന്നെ പരലോകത്തുണ്ടാകും എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരാളുടെ ഹൃദയങ്ങളിൽ സന്തോഷം ഉണ്ടാവുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന് ഇവിടുന്ന് ലഭിക്കുന്ന ഒരു അവാർഡല്ല പ്രധാനം. ഒരുപക്ഷെ ആർക്കാണോ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളിൽ നിന്ന് തന്നെ തെറിയും അടിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. തെരുവിൽ കിടക്കുന്ന ഒരാളുടെ മുടി വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അയാൾക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ സുഖകരമല്ലാത്ത മറുപടി റിയാക്ഷൻ ഉണ്ടായേക്കാം. അതുപോലും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഇവിടുന്നുള്ള ഒരു സുഖത്തിനോ അവാർഡിനോ വേണ്ടി അല്ല ഞാനിത് ചെയ്യുന്നത് എന്ന ഉത്തമ ബോധം, എനിക്ക് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുണ്ട് എന്ന വിചാരം, ഇതാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തേത് വിശ്വാസം. അതിൽ ലഭിക്കുന്ന ഒരു സുഖം പരമാനന്ദമാണ്. ഞാൻ ആരോടാണ് എൻ്റെ എല്ലാ വിഷയവും പറയണത്? എൻ്റെ എല്ലാ പ്രശ്നവും അറിയുകയും എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും വിളിക്കാൻ പറ്റുകയും ചെയ്യുന്ന റബ്ബിനോട്. ആ റബ്ബാണെങ്കിൽ ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമില്ല, തൂങ്ങി ഉറക്കമില്ല. രാത്രി ആയല്ലോ മോനെ വാതിലടച്ചു എന്ന വർത്തമാനങ്ങളില്ല. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തില്ലല്ലോ എന്ന കമൻറ്റുമില്ല. ഏത് സമയത്തും വിളിക്കാനാവുന്ന, വിളിക്കേണ്ടതില്ല, ഹൃദയങ്ങളിലെ വേദനകൾ വായിച്ചെടുത്ത് നമുക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുന്ന റബ്ബാണ് നമ്മുടെ അല്ലാഹ്. അതിനെയാണ് നമ്മൾ തവക്കുൽ അല്ലെങ്കിൽ ഈമാൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബിയുല്ലാഹി അർമിയ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സന്ദേശം കൊടുക്കുന്നത് കാണാം. എൻ്റെ നബിയായ ദാന്യയിൽ നബി അലൈഹിസ്സലാം ഭക്ഷണം കിട്ടാതെ പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഫുഡ് എത്തിക്കണം. ദാന്യയിൽ നബി അലൈഹിസ്സലാം ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. ആ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആ നബിയുടെ വേദന അറിഞ്ഞ് അവിടത്തേക്ക് എത്തിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ നമ്മുടെ പ്രശ്നത്തെ മുഴുവനും അറിയുകയും ആ പ്രശ്നത്തിൻ്റെ പരിഹാരം മുഴുവൻ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ലോകം മുഴുവനും നമുക്ക് എതിരായാൽ തന്നെയും, ഈ ലോകം മുഴുവനും എതിരായി
ആൾക്കാർ മുഴുവനും പരിഹസിക്കുന്നു. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബേജാറാവാനാ? എന്തിനാണ് നമുക്ക് പേടി? ഒരാൺകുട്ടി ഇവിടെ ജനിക്കരുത്, ജനിച്ച കുട്ടി കൊല്ലപ്പെടണം എന്ന് കരുതി ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ. എന്നിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ വളരെ മനോഹരമായിട്ട് അള്ളാഹു വളർത്തുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി